പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവനും വിവിധ സ്ഥലങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുന്ന അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, 7 ഒരു ഗോൾഡൻ ലെറ്ററിൽ എഴുതി അച്ഛനെ ഈശോ കാണിക്കുന്നുണ്ട്. 7 ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ 7 അനുഗ്രഹം കിട്ടിയാൽ ഇൻ്റർവ്യൂ ആകാം, ടെസ്റ്റാകാം, ജോലിയാകാം, PR ആകാം, ഇനി എന്താണ് നിങ്ങൾ ഇത്രയും നാൾ ആശിച്ചിരുന്നത് അതിനുള്ള തീരുമാനമാകാം, അതിൻ്റെ വിടുതലാകാം. എന്തായാലും നിങ്ങൾ സാക്ഷ്യം പറയണം. കർത്താവേ, ഇങ്ങനെ ഇതുപോലെ തന്നെ ഓരോരുത്തർക്കും കർത്താവ് അങ്ങ് സന്ദേശം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകൾ, ഭാരങ്ങൾ, അവർക്ക് സ്വന്തമായിട്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നന്നായി വിശ്വസിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട്, വെടിപ്പായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവരെല്ലാം കർത്താവ് ഈ നിമിഷം ആശീർവദിക്കട്ടെ. കർത്താവ് യാത്ര ചെയ്യുന്ന മക്കൾ, കർത്താവ് ഇൻ്റർവ്യൂ ഉള്ള മക്കൾ, കർത്താവ് പരീക്ഷ എഴുതുന്ന മക്കൾ, അനേകം മക്കൾ ആശീർവാദം വാങ്ങിച്ച് പോയിട്ടുണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി. അവരെല്ലാം കർത്താവെ ആശീർവദിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നീക്കാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയുടെ ഘടന കർത്താവ് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ഘടനയാണുള്ളത്. എന്താ പറയണത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച്, അതല്ലേ ഉടമ്പടി എന്ന് പറയണത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും.
യോഹന്നാൻ 15:10 ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പൊ നിലനിൽക്കുക എന്നുള്ളത് ആണ് ആധ്യാത്മിക ജീവിതത്തിന്റെ ഏറ്റവും വലിയ ത്രെട്ടതാണ്, ഏറ്റവും വലിയ മുഖമുദ്രയും അതാണ്. നമുക്ക് പൊതുവെ വരുന്നൊരു വിഷയം എന്താ അറിയാമോ? ഈ ആഴ്ച ഭക്തി ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഭക്തി ഉണ്ടാകത്തില്ല. അടുത്ത മാസം നമ്മൾ തീർത്ഥാടനത്തിനും പോകും, ലോകത്തിലുള്ള എല്ലാ മലയും കയറും, കുരിശിൻ്റെ വഴി നടത്തി ഇറങ്ങി വരികയും ചെയ്യും, കൃപയിൽ ജീവിക്കുകയും ചെയ്യും. നോൻപ് കഴിയുമ്പോൾ ഇല്ലേ, പുതു ഞായറാഴ്ചയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ പിന്നെയും ഗ്രാഫ്, ആധ്യാത്മിക ഗ്രാഫ് തലപ്പോവും, ചിലപ്പോൾ ഗ്യാപ്പും വരും. നിങ്ങൾ ഒരു മല കയറണ നല്ലതല്ലേ, ഞാനും കയറുന്ന ആളാണ്. പക്ഷേ ഒരു മലയും കയറിയില്ലെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് അറിയാമോ? ദൈവ ആ മനുഷ്യ ബന്ധത്തിൽ ഗ്യാപ്പ് വരാതിരിക്കാൻ നോക്കണം. എന്താ ഈശോ പറയണത്? നിലനിൽക്കണം എന്ന് പറഞ്ഞ വാക്കതാണ് 15:10. എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ ഗ്യാപ്പില്ലാതെ, വിള്ളലില്ലാതെ, കണ്ടിന്യൂസ് ആയിട്ട് പിന്തുടർന്നുകൊണ്ട് നിലനിൽക്കുന്ന പോലെ. നമ്മൾ ഒത്തിരി പീക്കിലേക്ക് പോയില്ലെങ്കിലും ദൈവമായിട്ടുള്ള ആ ബന്ധം അത് ഒത്തിരിയേറെ നിമ്നോന്നതങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിലും ഒരു ബേസിക്കായിട്ട് ദൈവമായിട്ടുള്ള ആ നിലനിൽപ്പ് സൂക്ഷിക്കുന്നത് എൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലനിന്ന് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്നറിയാവോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹം നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പന പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അങ്ങനെ കണ്ടിന്യൂഷനായിട്ട് നിലനിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഉടമ്പടിയുടെ ഗുണവധാനം, ഉടമ്പടി നിങ്ങളുടെ കണ്ടിന്യൂറ്റി ഉറപ്പുവരുത്തും. കണ്ടിന്യൂറ്റി ഇല്ലേ, തുടർച്ച ഉറപ്പുവരുത്തും. കാര്യം എന്താണ്? അതിൻ്റെ ചിട്ടവട്ടങ്ങളും ആചാര അനുഷ്ഠാന ക്രമങ്ങളും സുവിശേഷ സാക്ഷ്യങ്ങളും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് അത് ഉറപ്പുവരുത്തുമ്പോൾ എന്ത് സംഭവിക്കും? 15:7 സംഭവിക്കും. യോഹന്നാൻ 15:7. അപ്പൊ യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നെ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ, നിങ്ങൾക്ക് നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിലനിൽക്കുക എന്നുള്ള വാക്കുണ്ട് അവിടെ. 2 സ്ഥലത്തുകൊണ്ടേ 15:10 നിലനിൽപ്പുണ്ട്. എന്താണ്? ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹം നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പന പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹം നിലനിൽക്കും. ഇപ്പോഴെന്താ 15:7 പറയണത്? നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിലനിൽപ്പ് ഒരു പ്രശ്നമാണ്, ഗ്യാപ്പ് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഉടമ്പടി ഗ്യാപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോലും ആൾക്കാരെ കാണത്തില്ല. എന്താ കാര്യം? അതായത് അവർ ഉടമ്പടിയിലല്ല. ഉടമ്പടിയിലാണെങ്കിൽ അവരെ കാണാൻ എളുപ്പമാണ്. നമുക്ക് ചുമ്മാ കാര്യങ്ങൾ കേട്ട് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് മതാനും മധ്യസ്ഥ വെച്ച് കഴിഞ്ഞാൽ തന്നെ വിഷയം ശരിയാകും. പക്ഷെ അവർ ഉടമ്പടിയിലല്ലെങ്കിലോ, കാര്യം ഉടമ്പടി പ്രകാരം ജീവിക്കുമ്പോഴാണ് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും ഞാൻ നിങ്ങളെ വസിക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ള ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല, പ്രാർത്ഥനയ്ക്ക് തടസ്സമില്ല, ഇഷ്ടമുള്ള നമുക്ക് ചോദിക്കാം. ഒരു ഗ്യാപ്പ് ഉണ്ടാകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ സമയം നോയമ്പുകാലത്തെ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ലൂക്ക 21:13 നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായി. പ്രൈസ് ദി ലോർഡ്. ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇതെന്ന് പറഞ്ഞ ഏതാണ്? ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും ഈശോയെ കാണിച്ചതുപോലെ എന്താണ് ഇതെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും അവരുടെ സിനഗോഗുകളിൽ കാരാഗൃഹങ്ങളിൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എന്റെ നാമത്തെ രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടുപോകാം. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. അപ്പൊ എല്ലാ സകല സാഹചര്യങ്ങളും സാക്ഷ്യത്തിനുള്ള അവസരമായിരിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ വളരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിത നിയോഗങ്ങൾ നിവൃത്തിയാക്കാനുള്ള ദൈവികമായ അവസരമായിട്ടാണ് ദൈവം നൽകുന്നുള്ള തിരിച്ചറിവാണ് ഉടമ്പടി നൽകുന്നത്. കൈയടിച്ചുകൊണ്ട് ഇതുപോലെ സഹനത്തിൻ്റെ സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സാക്ഷിയാകണതെന്ന് നോക്കിയാൽ ഈ ആഴ്ചത്തെ മറ്റൊരു സാക്ഷിയുള്ള നിഷയുടെ സാക്ഷ്യം, തൃശ്ശൂരിൽ നിന്ന് നിഷയുടെ സാക്ഷ്യങ്ങൾ എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നിയ സാക്ഷ്യമാണ്. നിഷയ്ക്ക് മക്കളില്ല, 2 മക്കൾ അബോർട്ടായി പോയി. അപ്പോഴത് നമ്മൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, കർത്താവ് എനിക്ക് ഗുജറാത്തിൽ പോകണം അത്യാവശ്യമായിട്ട്. അപ്പോൾ ഞാൻ ഗുജറാത്തിൽ പോകണ മുമ്പ് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ നോക്കിയേ ഈ ആൾക്കാരൊക്കെ ഈശോയോട് സംസാരിക്കുന്ന രീതി കണ്ടില്ലേ? ഈശോ എനിക്ക് ഗുജറാത്തിൽ അത്യാവശ്യമായിട്ട് പോകണം, പക്ഷേ ഞാൻ ഗുജറാത്തിൽ പോകണ മുമ്പ് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഗുജറാത്തിൽ പോകാൻ പറ്റത്തില്ല.
അത് നിൻ്റെ ഇഷ്ടം, എന്താച്ചാൽ നീ ചെയ്യും. അപ്പോഴേ എന്നാ പക്ഷേ ഗുജറാത്തിൽ പോണവരെ പ്രഗ്നൻ്റ് ആയില്ല, പോയി തിരിച്ചു വന്നപ്പോൾ പ്രഗ്നൻ്റ് ആയി. ഈശോ പറഞ്ഞു, അവളുടെ ടൈമിൽ ഈശോ വിഷയം സെറ്റ് ചെയ്യും. ഈശോ നിങ്ങളൊന്ന് അനുഭവിച്ച് അടുത്ത് നിന്നാണ്ടല്ലോ ഈ ആളാരാണെന്ന് അറിയാം. പിന്നെ അപ്പനും വേണ്ട ഈ അമ്മനും വേണ്ടെന്ന് പറഞ്ഞ പോലെ ആവും. അത്രയും ലവബിളാണ്, അത്രയും ലവബിളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ആൾ അന്ത്യം വരെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നേരിട്ട് ഇപ്പം ദൈവാനുഭവം ഉള്ളവർ, സാധാരണ മനുഷ്യരിലെ ദൈവിക സ്പിരിച്വാലിറ്റിയിൽ അവർ വർത്തിക്കുന്ന കണ്ടില്ലേ, അപ്പം നേരിട്ട് അവളുടെ ജീവിത പ്രശ്നങ്ങൾ നേരെ ഈശോയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ, എന്നിട്ട് അവൾക്ക് പറ്റുന്ന രീതിയിൽ ഈശോ കൊണ്ടുവന്നു. അപ്പോൾ എന്നിട്ട് അവൾ പറയും, ഈശോ നിനക്ക് എന്നെ നേരത്തെ അറിയാം, ഓപ്പറേഷൻ പറ്റത്തില്ല, എനിക്ക് പേടിയാണ്. അതൊരു രസമാണ് ആ സാക്ഷ്യം. എനിക്ക് പേടിയാണ്, കാര്യം എനിക്കൊരു സൂചി കൊണ്ട് കുത്തുന്ന പോലും ഞാൻ കിടന്ന് കാറും, ഓപ്പറേഷൻ ഇല്ലാതാക്കി തന്നെയെന്ന് പറയും. അല്ല, അപ്പം എനിക്കത് ആ സാക്ഷ്യത്തെ മനസ്സിലായി എന്താ അറിയാമോ, ഓപ്പറേഷൻ മോശമാണെന്നല്ല ഞാൻ മനസ്സിലായത്. നമ്മൾ പറയുന്ന നമ്മളുടെ ആ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ദൈവം വിഷയം സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. അവസാനം ഒരു ദിവസം ഇവളുടെ അമ്മ ഒരു സ്വപ്നം കാണും, കൃപാസനം മാതാവ് പ്രസവം എടുത്തിട്ട് കുഞ്ഞിനെ കൊടുക്കുന്നു. അപ്പോൾ അമ്മ ഇവളോട് പറയും, എടി നിനക്ക് വേദന ഒന്നും ഉണ്ടാകത്തില്ല, കൃപാസനം അമ്മ തന്നെ വന്ന് തിയേറ്ററിൽ വന്ന് കുഞ്ഞിനെ എടുത്ത് നിനക്ക് തരണമെന്ന് ഞാൻ സ്വപ്നം കണ്ടെന്ന് പറയും. എന്നിട്ട് അത് 22-ാം തീയതിയാണെന്ന് പറയും. അവിടെയാണ് പ്രശ്നം. സ്വപ്നം ആർക്കും കാണാം, പക്ഷേ ഈ അമ്മ പറഞ്ഞ 22-ാം തീയതി തന്നെ ഇവിടെ പ്രസവിക്കും. ശ്രുതികട ഹല്ലേലൂയ. അതായത് ഈ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം നോക്കിയേ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള എല്ലാ സിറ്റുവേഷനെയും ഉടമ്പടി കവർ ചെയ്യുകയാണ്. 22-ാം തീയതിയാണെന്ന് അമ്മയോട് പറഞ്ഞു കൊടുത്തു, അവളുടെ അമ്മയോട് പറഞ്ഞു കൊടുത്ത്, അവളുടെ അമ്മ അവളോട് പറഞ്ഞു 22-ാം തീയതിയാണെന്ന് പ്രസവിക്കുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്, വേദന തോന്നത്തുമില്ലെന്ന് പറയും. അവൾ സാധാരണ ഓപ്പറേഷൻ അല്ലാതെ പ്രസവിച്ചിട്ട് പോലും വേദന തോന്നില്ല, ഒരു സൂചിക്കുത്ത് പോലും തോന്നിയില്ല. അതിന് അഭിഷേകമുണ്ട് പ്രത്യേക ദൈവത്തിൻ്റെ കയ്യിൽ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ, നിങ്ങൾ ഓപ്പറേഷൻ അല്ലാതെ താനെ സ്വാഭാവികമായിട്ട് പ്രസവിച്ച ആൾക്കാർക്ക് അറിയാമല്ലോ, 45 യൂണിറ്റ് മറ്റേയാണ്, 45 അസ്ഥികൾ ഒരുമിച്ച് ഒടിയണ അത്രയും വേദനയുള്ള കേസാണ് പ്രസവ വേദന. ഇതൊക്കെ ഫീൽ ചെയ്യാത്ത രീതിയിൽ നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല, നീ സമുദ്രത്തിലൂടെ നടക്കും, സമുദ്രം നിന്നെ മുക്കത്തില്ലെന്ന് പറയുന്ന ഒരു അഭിഷേകമുണ്ട്, അത് അവർക്ക് കൊടുത്തിരിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. അതിനെന്താ ഇവളെ ഈ അഭിഷേകം കിട്ടാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിരിപ്പ് കൊണ്ടാണ്. ഇവള് തിയേറ്ററിലോട്ട് ഇവളെ കുന്തിക്കൊണ്ട് പോയപ്പോൾ തന്നെ ഇവളോട് നേരത്തെ ഡോക്ടർ പറഞ്ഞ് ഈ കാശുരൂപം കൊഞ്ചൊന്നും എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവൾ മിണ്ടിയില്ല. ഡോക്ടർ അങ്ങോട്ടേക്ക് എടുത്ത് കഴിഞ്ഞപ്പോൾ സൂത്രത്തെ അവൾ കാശുരൂപം കയ്യിലെടുത്ത് പിടിച്ചു. എന്നിട്ട് ഈ പ്രസവത്തിൻ്റെ സമയത്ത് മുന്നേ ഉടമ്പടി കാശുരൂപം ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. അതിനിടക്ക് ആ നല്ല സമയമായപ്പോൾ കാശിനും കയ്യിൽ നിന്ന് പോയി, ഓപ്പറേഷൻ തിയേറ്ററിൽ താഴെ വീണ്. അപ്പോൾ ഡോക്ടർ ഇവിടെ ചൂടായി, ഇതെന്താ കാണിക്കരുത്, നേരത്തെ പറഞ്ഞത് ഇതൊന്നും എടുക്കാൻ പറ്റില്ലെന്ന്. ഡോക്ടർ ഇങ്ങോട്ട് എടുത്തതെന്ന് പറയും. അവസാനം ഇവിടെ നിലവിളി കൂട്ടിയപ്പോൾ കാശുരൂപം എടുത്ത് കൈ കൊടുത്തു. കാശിനെ കൈ പിടിച്ച സമയത്ത് ഇവിടെ പ്രസവിക്കുകയും ചെയ്യും. നിങ്ങൾ ആ സാക്ഷി കേൾക്കണം ശരിക്കും പറഞ്ഞാലേ. അതായത് സീരിയസ് ആയിട്ട്, അവൾ സീരിയസ് ആയിട്ടാണ്, ഡോക്ടറിൻ്റെ വാക്ക് പോലും കേൾക്കാതെ സീരിയസ് ആയിട്ടാണ് മദറിനെ ഹോൾഡ് ചെയ്യണത്. ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ആരാണെന്ന് അറിയും, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയിൽ ദൈവം അറിയിക്കും അവരെ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആശീർവാദം ഹോൾഡ് ചെയ്യണതും ഒരു സാക്ഷ്യമാണ് ശരിക്കും. അല്ല ഡോക്ടർ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണേൽ എവിടെയെങ്കിലും മാറ്റി വെക്കത്തില്ല. അങ്ങനെയാണ് 90% ആൾക്കാർ അങ്ങനെ ചെയ്യത്തുള്ളൂ. ഈ 10% എപ്പോഴും ഹാർട്ട്രിക്ക് അടിക്കുന്നത്. വിശ്വാസമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, കോംപ്രമൈസ്, ഒത്തുതീർപ്പില്ലാത്തത്. ആരോടും ഒത്തുതീർപ്പില്ല, അവരും അവരുടെ ദൈവവും വേറെ ഒന്നും അവരെ സത്യമായിട്ട് അവർ കരുതണില്ല. ഉടമ്പടി വർക്ക് ചെയ്യണത് അങ്ങനെയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഉടായ്പാണ് ദൈവത്തെ അറിയാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ കാര്യം ഉടായ്പായിട്ട് മാറും. ഈ ദിവസങ്ങളിലുള്ള വേറൊരു സാക്ഷ്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് ജസ്റ്റിൻ്റെ സാക്ഷ്യമാണ്. കടപ്പക്കര, കൊല്ലം കടപ്പക്കര ജസ്റ്റിൻ്റെ സാക്ഷ്യം. അതായത് 30 വർഷമായിട്ട് 3 വർഷമായിട്ട് അദ്ദേഹം വീടില്ല, അദ്ദേഹം വീട് കിട്ടി ഉടമ്പടി, അതല്ല പ്രശ്നം. അയാൾക്ക് 42 വയസ്സുണ്ട്. വൈഫിന് കൂടെ അബോർഷൻ സംഭവിക്കുന്നുണ്ട്. 2ാമത്തെ കുഞ്ഞിന് അബോർഷനാണ്. 3, 4, 5 പ്രാവശ്യം അബോർഷൻ സംഭവിച്ചു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് അയാൾ പറയണത്, ഈ ജീവൻ്റെ തന്തു പൊക്കിളല്ലേ, അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അവൾ പ്രഗ്നൻ്റ് ആയപ്പോൾ അവളുടെ പൊക്കിളിൽ കൊണ്ടുവന്ന് ഞാൻ ഉടമ്പടി തരം പുരട്ടി. അത് സാക്ഷ്യമാണത്, അത് ഭർത്താവിൻ്റെ സാക്ഷ്യമാണ്. ഭാര്യയുടെ പൊക്കിൾ കൊടിയിൽ ഉടമ്പടി തരം പുരട്ടും.
ഉടമ്പടി തൈലം പെട്ടി കഴിഞ്ഞാൽ പിന്നെ അബോർഷനില്ല, തീർന്നു. അതോട് ചെയ്തു. അമ്മ ആ വിഷയം ഏറ്റെടുത്തു. കാര്യം നമ്മളത് അമ്മയ്ക്ക് ഏൽപ്പിച്ചല്ല. പക്ഷേ പുരട്ടുമ്പോഴൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങളിങ്ങനെ വെളിച്ചെണ്ണ തേച്ച് കുളിക്കാൻ പോണ പോലെ പുരട്ടരുത്. അതതിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിളുണ്ട്. വിശ്വപ്രമാണം ചൊല്ലിയിട്ട് ദൈവത്തെ സ്നേഹിക്കണമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വിശ്വസിക്കണമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വളരെ ശ്രദ്ധിച്ചാണ് ആ വിഷയം ചെയ്യണത്. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, പിന്നെ ഡോക്ടർ പറഞ്ഞ് 8-ാം മാസം ഡോക്ടർ പറഞ്ഞ് 1100 ഗ്രാമേ ഉള്ളൂ. ഇൻക്യുബേറ്ററിൽ നേരത്തെ ഓപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് ഇൻക്യുബേറ്ററിൽ വെക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഭയങ്കര 1.5-2 ലക്ഷം രൂപയാവും ഇൻക്യുബേറ്ററിൽ വെച്ച് കൊച്ചിനെ വളർത്തി കഴിഞ്ഞാൽ വെയിറ്റ് വെപ്പിച്ചെടുത്താൽ. അപ്പോൾ ഇവൻ പറയും, അതൊന്നുമില്ല ഡോക്ടറെ, കൊച്ചിന് ആ സമയമാകുമ്പോൾ വെയിറ്റ് വെക്കുള്ളൂ. എൻ്റെ മനസ്സിൽ എന്തായിരിക്കണത്, അമ്മ അതിന് വെയിറ്റ് വെപ്പിച്ചുള്ളതാണ്. പിന്നെ ഒരാഴ്ചക്കുള്ളിൽ 2,800 പെട്ടെന്ന് പ്രസവിച്ചു. ആ കറക്റ്റ് 10 മാസം ആയപ്പോൾ ആൾ പ്രസവിച്ചു. നല്ല ഉഗ്രഹം കുഞ്ഞ്. അതായത് ഈ വിശ്വാസ യാത്രയാണിത്. ഒരപ്പൻ്റെ വിശ്വാസ യാത്രയാണ്. സ്വന്തം ജീവിത പങ്കാളിയുമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ടുള്ള അപ്പൻ്റെ. ഇതൊക്കെ ചെറുപ്പക്കാരാണ് മനസ്സിലാക്കണം. ചെറുപ്പക്കാരൊക്കെ ഇന്ന് എത്രയോ സുന്ദരമായ രീതിയിലാണ് അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ വിശ്വാസത്തെ ഉടമ്പടി വഴി ആപ്ലിക്കേറ്റ് ചെയ്യണത്. നമ്മളെ ഞെട്ടിച്ച് കളയും. അതുകൊണ്ട് ഞാനീ പറഞ്ഞ സാക്ഷ്യങ്ങളെല്ലാം നോക്കുക. ഇതെല്ലാം ഒരു സാധാരണ മനുഷ്യരുടെ സാക്ഷ്യങ്ങളാണ്. സാധാരണ മനുഷ്യരെ എത്ര വിശ്വാസത്തോടു കൂടിയാണ് ഉടമ്പടിയെ ആക്ടിവേറ്റ് ചെയ്യണത്, ദൈവം അവരോട് സത്യസന്ധമായിട്ട് ഇൻട്രാക്ട് ചെയ്യണത്. അതിന് ഇവൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇവന് പൊക്കിൾക്കൊടിയിലൊക്കെ കൊണ്ടുപോയി ഉടമ്പടി തൈലം പൂശുമ്പോഴേ ദൈവം അത് ഏറ്റെടുക്കാൻ കാരണമുണ്ട്. അവൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇന്നലെ പറഞ്ഞ കാര്യം, ഞാൻ ഈ പത്രം കൊടുക്കുമ്പോഴല്ലോ ഞാൻ നോക്കും ഈ പത്രം ആർക്കാണ് കിട്ടണത്. എനിക്കൊരു നിർബന്ധമുണ്ട്, കർത്താവിനെ അറിയാത്തവരാണോ എന്ന് അറിയണം. അറിയാത്തവരാണെങ്കിൽ മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ. അതാണ് വിഷയം. കർത്താവിനെ അറിയാത്തവരാണെന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ പത്രം പ്രാർത്ഥിച്ച് കൊടുക്കണത്. അവർ കർത്താവിനെ അറിയാൻ വേണ്ടി. ഇങ്ങനെയുള്ളവർ ദൈവം അറിയാതിരിക്കുമോ? ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, സത്യസന്ധമായി ഇതുപോലെ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങളൊരു ഫ്രഷ് ഹാൻഡ് ആണെങ്കിൽ പോലും, ആദ്യമായിട്ടും ഈശ്വരനെ അറിയുന്നവരാണെങ്കിൽ പോലും, കർത്താവ് നിങ്ങളോട് ഉടമ്പടിയിലൂടെ മറുപടി പറയും. പല ആൾക്കാരുടെ ഉടമ്പടി ലാഗ് ചെയ്യണത് പകുതി ചെയ്ത് ഈ വവ്വാല് ചപ്പണ പോലെ ഉടമ്പടി എടുത്തിട്ടാണ്. വവ്വാല് ചപ്പണ വാങ്ങാൻ കണ്ടിട്ടുണ്ടല്ലോ, പകുതി ചപ്പുമ്പോൾ തന്നെ അത് ഒടിഞ്ഞ് താഴെ വീഴും. പിന്നെ നോക്കുമ്പോൾ പകുതി ചപ്പിയിരിക്കണ കാണാം. പകുതി ചപ്പി ഉടമ്പടിയാണ് പല ആൾക്കാരുടെയും. വവ്വാല് ചപ്പി ഉടമ്പടി എന്ന് പറയും. എന്താ കാര്യം വെച്ചാൽ ഇവർ പകുതി ചെയ്യും, ചിലത് ചെയ്യും, ചിലത് ചെയ്യത്തില്ല, ചിലത് ഭംഗിയാട് ചെയ്യും, ചിലത് ചെയ്തെന്ന് ഒപ്പിച്ചു വരത്തും. അങ്ങനെ പോയ ഉടമ്പടികളാണ്. ഇതെല്ലാം നിങ്ങൾക്ക് രണ്ടാമത് സമ്പൂർണ്ണമായിട്ട് ദൈവസ്നേഹത്തോടുകൂടി ചെയ്യാനുള്ള അഭിഷേകത്തിനായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവസ്നേഹത്തോടെ വിശ്വസ്തയോടെ ചെയ്യാനുള്ള അഭിഷേകം ഈ ആരാധനയോടെ ഞങ്ങൾക്ക് നൽകണമേ. ഈശോ ലോകത്തിന് കൊടുക്കുവാൻ ഞങ്ങളെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആദ്യം എൻ്റെ മക്കളെ പ്രാർത്ഥിക്കേണ്ടത് കർത്താവിന് കൈമാറാനുള്ള സുവിശേഷത്തിൻ്റെ സ്വർഗത്തിൻ്റെ ഉപകരണമായി നിങ്ങളെ മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സ്വർഗത്തിന്റെ ഉപകരണമായി എന്നെ അഭിഷേകം ചെയ്യണമേ. അങ്ങനെ അറിയാത്ത അറിയിക്കുവാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാൻ, ദൈവസ്നേഹത്തോടെ പ്രവർത്തിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഇപ്പൊ നമ്മൾ സജ്ജിയായാലും ആരായാലും അവിടെ വില എങ്ങനെയാണ് അവർ കൂട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ ഞാൻ എക്സ്പോർട്ട് ക്വാളിറ്റി ആക്കും എന്നാണ് ഈശോ പറഞ്ഞത്. സ്വർഗീയ വിനിമയത്തിനായി ഞാൻ ഒരുക്കി വെക്കും. അതിൻ്റെ വില കൂടിയെന്ന് എൻ്റെ അർത്ഥം. അപ്പോൾ കൈമാറ്റത്തിലൂടെയും മനുഷ്യ മുമ്പിൽ യേശുവിനെ ഏറ്റുപറയുന്നതിലൂടെയുമാണ് നമ്മൾ യേശുവിനെ ഏറ്റുപറയാത്ത ഒരു പ്രവർത്തനങ്ങളിലും ദൈവത്തിന് യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. സഭയിലൊക്കെ എന്തുമാത്രം സാമൂഹ്യ പ്രവർത്തനം നടക്കണതാണ്. പക്ഷെ അതിലൊന്നും യേശുവിനെ അവർ ഏറ്റുപറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പല പ്രവർത്തനങ്ങളിലും ചില അച്ഛന്മാർ ലോഹം ഒരിക്കലും ഉപയോഗിക്കാറില്ല. നിങ്ങളുടെ വീടുകളിലൊക്കെ ഒരു ഇടവ ലോഹയൊക്കെ ഇടാതെ അങ്ങനെ ബുദ്ധിമുട്ടാണ് യേശുവിനെ അത് ഏറ്റുപറയാൻ. അവരങ്ങനെയുള്ളവർ നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു കാര്യമില്ല. എന്താ കാര്യം? അവരോട് പറയണം, നിങ്ങൾ ഇത് ഈ വസ്തുവൊക്കെ ഇട്ടിരിക്കുന്നത് കർത്താവിനെ ഏറ്റുപറയാൻ വേണ്ടിയാണ്. നിങ്ങൾക്കത് പേടിയാണ്. അതാ പ്രശ്നം. ഞങ്ങളുടെ മുമ്പിൽ അവർക്ക് ഞാൻ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാണെന്ന് അറിയിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, മാനസിക ബുദ്ധിമുട്ട്. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമില്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളെ വിശ്വാസികളാകുമ്പോൾ ഒരു കാര്യമില്ല. അങ്ങനെയുള്ള ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഓർക്കും ലോകയിലാണ് അച്ഛൻ ഇരിക്കണമെന്ന്. അങ്ങനെയല്ല. അച്ഛനെന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ
കർത്താവിൻ്റെ ഒരു അടയാളമായിട്ട് ഒരു വിശുദ്ധ വസ്ത്രം കൊടുത്തിട്ടുണ്ട്. അത് മാനിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് ക്രിസ്തുവിനെയാണ് അവർ കൈമാറണത്. അല്ലെങ്കിൽ പാൻസും കോട്ടോട്ട് ജോലി ചെയ്യാൻ ആർക്കാൻ പറ്റാത്തത്? അത് ക്രിസ്തുവിനെ കൈമാറാൻ എന്താ ഉറപ്പിരിക്കണത്? അവരവരെ തന്നെ കൈമാറും, ചിലപ്പോൾ ലക്ഷണം കൊടുക്കുമായിരിക്കും, പക്ഷേ കഥയില്ല. അപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കണം. ക്രിസ്തു മഹത്വപ്പെടുന്ന മക്കളെ, ഉടമ്പടിയിലെ ആത്യന്തികമായ ലക്ഷ്യം അതാണ്. അതിപ്പോൾ ഓരോരുത്തരും കണ്ടില്ലേ നിങ്ങൾ? ആ സാക്ഷ്യം പറഞ്ഞ ഓരോരുത്തരെയും അവരുടെ ജീവിതത്തിൽ വിശേഷ വിദ്യയായി അവർ ക്രിസ്തുവിനെ ഏറ്റുപറയുമ്പോൾ തീർച്ചയായിട്ടും അവർ മഹത്വപ്പെടുത്തുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തിയാൽ എന്താ സംഭവിക്കണത്? ദൈവം നമ്മളെയും മഹത്വപ്പെടുത്തും. അത് അങ്ങോട്ടുള്ള ഒരു ഉഭയകക്ഷി ഇടപെടലാണ്. ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തിയാൽ ദൈവം നമ്മളെയും മഹത്വപ്പെടുത്തും. പിതാവ് ഭൂമി ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, അതിനാൽ ആകയാൽ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ ഈശോ പ്രവർത്തിച്ചതല്ലേ. അപ്പോൾ ഈ ഭൂമിനെ മഹത്വപ്പെടുത്തുന്നത് എന്താണ്? മനുഷ്യരുടെ മുമ്പിൽ കർത്താവിനെ ഏറ്റുപറയുന്നതിലൂടെയാണ്. ഉടമ്പടിയിൽ ഒത്തിരിയേറെ അവസരങ്ങളാണ്. അതല്ല നിങ്ങളെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന മാത്രം ചെറിയ ഇട്ടത്തെ കുത്തിയിരുന്ന് പിച്ചുപയും പറഞ്ഞ് ഇരിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം അത് ദൈവത്തിന് വേണ്ടി ദൈവസ്നേഹത്തോടെ പ്രവർത്തിക്കുന്ന സുവിശേഷത്തിൻ്റെ സാക്ഷികളാക്കി തീർക്കുന്ന ഈ കാലഘട്ടങ്ങളിലെ ദൈവിക നടപടിക്രമവും പദ്ധതിയും സ്വർഗത്തിൻ്റെ പദ്ധതിയുമാണ് ഉടമ്പടി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ അഭിഷേക ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കാൻ രോഗസൗഖ്യ പ്രാർത്ഥന ആരംഭിക്കുന്ന സമയമാണ്. രോഗസൗഖ്യ പ്രാർത്ഥന സമയത്ത് ഓരോ സമയത്ത് നിങ്ങളെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. രോഗമുള്ളിടത്ത് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. ശ്രുതിക്കട്ടെ മക്കളെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിന്റെ തിരുമുറുപാടുന്ന വലത്ത് കരാം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്ന സന്ധിബന്ധങ്ങളിലും മാംസപെശുകളിലും രക്തഞരമ്പുകളിലും ശരീരകൊശങ്ങളിലും ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കൊശങ്ങളിലും പെശുകളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. മാർഗ്ഗരോഗങ്ങൾ, തീരാവ്യാധികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മണ്ഡലങ്ങളിൽ നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഈ ആഴ്ചയിൽ ഉടമ്പടി എടുത്തവരോ എടുക്കാൻ പോകുന്നവരോ അവരുടെ ജീവിത മണ്ഡലങ്ങളെല്ലാം അവർക്ക് വീഞ്ഞില്ല എന്ന് കണ്ണീരോടെ എന്ന വിശ്വാസത്തോടെ ഈശോയോട് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ദൈവിക മാധ്യസ്ഥത്തിലാണ് ഉടമ്പടി പുലരുന്നത്. അമ്മ പരിശുദ്ധമ്മ ജോലിയില്ലാത്തവർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. സൂചിക്കല മക്കളെ, അമ്മ പരിശുദ്ധമ്മ വീടില്ലാത്തവർ പ്രാർത്ഥിക്കുന്ന, വിസ ലഭിക്കാത്തവർ പ്രാർത്ഥിക്കുന്ന, പരീക്ഷ തോക്കുന്നവർ പ്രാർത്ഥിക്കുന്ന, പരീക്ഷ എഴുതാൻ പോകുന്നവർ, ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കുന്നവർ, യാത്ര ചെയ്യാൻ പോകുന്നവർ, വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർ, വിദേശയാത്രയ്ക്ക് കുടുങ്ങിപ്പോയവർ, ജയിലിൽ അകപ്പെട്ട മക്കൾ, പലതരത്തിലുള്ള സാമ്പത്തിക തടസ്സങ്ങളുള്ളവർ, വീട്ട് തടസ്സങ്ങളുള്ളവർ, കർത്താവ് അവരിപ്പോൾ കണ്ണീരിലൂടെ അങ്ങനെ തിരിച്ചിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവമേ, എൻ്റെ കർത്താവ് കുഞ്ഞുങ്ങളില്ലാത്ത പ്രാർത്ഥിക്കുന്നുണ്ട്, വിവാഹമൊത്തോരത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് പലതരത്തിലുള്ള ഡൈവേഴ്സ് അവൻ്റെ വക്കിലെത്തിക്കുന്നവരും അതിൻ്റെ കേസ് നടക്കുന്നവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ തിരുമനസ് സ്വീകരിക്കാൻ അവിടെ മനസ്സൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണ് ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കണ്ണ് ചൊരിയട്ടെ. കർത്താവ് വരുമാനം മുട്ടിപ്പോയവർ ചെയ്തുവരുകൊണ്ടിരിക്കുന്ന വരുമാനങ്ങൾക്ക് വരുമാന മാർഗ്ഗമില്ലാതെ വിഷമിക്കുന്നവരെ, കർത്താവ് വീടില്ലാത്തവരെ, എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്ന കർത്താവ് കണ്ണിലൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം അവരെല്ലാവരെല്ലാം കർത്താവിൻ്റെ കണ്ണ് ചൊരിയിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കൃപ ചൊരിയുടെ കർത്താവ് ഭർത്താവ് മരിച്ചുപോയവരെ, ജീവിത പങ്കാളി മരിച്ചുപോയവരെ, അകന്ന് താമസിക്കുന്നവർ, മക്കളില്ലാത്തവരെ, മക്കൾക്ക് അപകടം പറ്റിയവർ, കർത്താവ് പലതരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവർ കണ്ണിലൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന കർത്താവ്. പലതരത്തിലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളുടെ കേസുള്ളവർ, കർത്താവ് തടസ്സങ്ങളുള്ള കർത്താവ്, ലോൺ കിട്ടാത്ത കർത്താവ്, അവരെല്ലാം പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവം എന്ത് ചെയ്യണം, ആര് സഹായിക്കുമെന്ന് അറിയാൻ പാടില്ലാത്ത കർത്താവ്, വിഷമിക്കുന്ന മക്കൾ കണ്ണിലൂടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. ശ്രുതികട ഹല്ലേലൂയ. എല്ലാ ജീവിത ദുരിതങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഈശോയെ നിന്റെ നാമം ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. മുട്ടിൽ നിന്ന് മൗനമായി പ്രാർത്ഥിക്കട്ടെ. മുട്ടിൽ നിന്ന് മൗനമായി പ്രാർത്ഥിക്കട്ടെ.
പ്രാർത്ഥനയിൽ വിളിച്ചു പറയാത്ത വിഷയങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കട്ടെ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കട്ടെ. നിൽക്കുക. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയന്റെ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളെ വിലപ്പെട്ടവരാണെന്നുള്ള ആഴമായ വചനബോധ്യം നൽകിയതിന് ഈശോയെ നന്ദി പറയുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അവസരങ്ങളൊന്നും പാഴാക്കാതെ നിത്യതയിൽ ഈശോയെ നിന്റെ മുഖം കണ്ട് ആനന്ദിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകിച്ച് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.